താങ്കളുടെ ജ്യേഷ്ഠനായതുകൊണ്ട് പറയുകയല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹനായ ഒരു നേതാവാണ് ശ്രീ കെ മുരളീധരൻ. അദ്ദേഹത്തെ പരിഗണിച്ചില്ലല്ലോ, എന്തു പറയുന്നു? പരിഗണിക്കില്ല, അതാണ് കോൺഗ്രസ്. കഴിവുള്ളവനെ പരിഗണിക്കില്ല. സ്വാധീനം ഇത് വെച്ചിട്ട് അധികാരം. ഇപ്പോൾ കെ മുരളീധരനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ എം എൽ എമാരുണ്ടാവില്ല. കാരണം അധികാരം ആർക്കാം അവിടെ? കെ സി വേണുഗോപാലിനാണ്. പിന്നെ ഘടകകക്ഷികളുടെയൊക്കെ ഇത് വി ഡി സതീശനാണ്. വി ഡി സതീശന് അധികം അനുയായികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഗ്രൂപ്പുണ്ട്, കെ മുരളീധരന് ഗ്രൂപ്പില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ സ്വാധീനം ഇല്ല എന്നാണ് ഇവർ പറയണത്. പക്ഷെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ കെ മുരളീധരന് നല്ല സ്വാധീനമുണ്ട്. 10 ആൾക്കാരെ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ 10 പേരെങ്കിലും അപ്പം കൂടും. അത് ഇവർക്ക് ആർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് സമ്മതിക്കില്ല. അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി മത്സരിച്ച് ജയിക്കുക വളരെ ടഫ് ഫൈറ്റായിരുന്നു. അതെ, ഞങ്ങളൊക്കെ വിചാരിച്ചു എന്ത് വെട്ടിത്തര കാണിച്ചതെന്ന്. പക്ഷെ വട്ടിയൂർക്കാവില്ല. അങ്ങനെ വിചാരിക്കാൻ കാര്യം അല്ല, അവിടെ BJPക്ക് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവർ വോട്ട് പിടിക്കണ മുഴുവൻ കോൺഗ്രസിൻ്റെയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനിപ്പോൾ കണ്ടൊരു പ്രത്യേകത, BJP പിടിക്കുന്ന വോട്ട് മുഴുവൻ LDFൻ്റെയാണ്. തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിൻ്റെ എന്നുള്ളത്. അത് ശരി. അന്നേരം അത്രയും ഒരു വാശിയേറിയ കോൺസ്റ്റിറ്റ്യുവൻസി പുള്ളി തിരഞ്ഞെടുത്തത് ജനങ്ങളിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. അതെ, പറഞ്ഞല്ലോ ആള്, എനിക്ക് വട്ടിയൂർക്കാവില്ല ജനങ്ങളോട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ, ഇപ്പോൾ ഈ LDFനോടുള്ള അത്ര ദേഷ്യം ഇല്ലെങ്കിൽ അദ്ദേഹം ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ. അത് ഉറപ്പാണ്. അവിടെ BJPക്ക് അത്രയും സ്വാധീനം, BJPക്ക് സ്വാധീനമുണ്ട്. പിന്നെ അവിടുത്തെ MLA പറ്റി ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. അതെ.